വെൽക്കം ടു സുഷീസ് ഹെൽത്തി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ മല്ലൂസിൻ്റെ എല്ലാം ഫേവറേറ്റ് ആയ ചെമ്മീൻ തീയൽ അല്ലെങ്കിൽ പ്രോൺസ് തീയലിൻ കേരള സ്റ്റൈലിൽ. ഒരു 200 ഗ്രാം ക്ലീൻ ചെയ്ത കൊഞ്ചാണ്. കൊഞ്ചിനകത്ത് ഒരു ബാഡ് ഓർഡർ ഉണ്ട്. എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പം പ്രോൺസ് ഒന്നുകിൽ 1 സ്പൂൺ വിനെഗർ ഒഴിച്ച് അല്ലെങ്കിൽ ഹാഫ് നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞ് ആ നാരങ്ങ നീരൊഴിച്ച് വേണം ഇത് ലാസ്റ്റിലൊന്ന് കഴുകിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ ഇതിൻ്റെ ആ ബാഡ് ഓർഡർ അല്ലെങ്കിൽ ആ സ്മെല്ലൊന്ന് നമുക്ക് മാറിക്കിട്ടും. ഇതിൻ്റെ കൊഞ്ചിൻ്റെ ഈ നടുക്കൂടെ ബാക്ക് സൈഡ്, ഈ അടിവശമല്ല, ഈ ബാക്ക് സൈഡ് ഇങ്ങനെ നടുക്കൂടൊന്ന് വരഞ്ഞിട്ട് ഇതിനകത്തുനിന്നൊരു കറുത്ത ഒരു വെളുത്ത നൂല് പോലെ കാണും. ആ നൂലെടുത്ത് കളയാൻ മറക്കരുത്. എപ്പോൾ കൊഞ്ചുകൊണ്ട് എന്ത് വിഭവം ഉണ്ടാക്കിയാലും എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് എടുത്ത് കളയാത്തപ്പോഴാണ് മാക്സിമം കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. കൊഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴല്ല ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വയറുവേദന എടുക്കുന്നു. അപ്പം അത് മറക്കാതെ എടുത്ത് കളയുക. അപ്പോൾ ഒരു 200 ഗ്രാം പ്രോൺസ് കഴുകി വൃത്തിയാക്കി വെച്ചു മാറ്റി വെക്കുക. ഇതിന് നമുക്ക് വേണ്ടത് ചുമന്നുള്ളി. മെയിൻലി നമ്മൾ തീയൽ ഉണ്ടാക്കിയാലും ഏത് തീയലിനും ചുമന്നുള്ളി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പകുതി ചുമന്നുള്ളി എടുത്തു. ഒരു 10-25 ചുമന്നുള്ളി ചെറുത് എടുത്തിരിക്കുന്നത്, വലിയതും അല്ല കേട്ടോ. ഒരു 10-25 ചെറിയ ചുമന്നുള്ളി, ഒരു 2-3 ചെറിയ സവാള അതുപോലെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചു കഴുകിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് തീയലിനായിട്ട് മെയിൻലി വേണ്ടത് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. തീയലിന് വറുത്തെടുക്കുന്നത് പോലെ ഇതിൻ്റെ കൂടെ വറക്കാനായിട്ട് അരപ്പിന് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ നമ്മളുടെ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ഉലുവാപ്പൊടി, കയ്യിൽ ഒരു പിഞ്ച് എടുത്തിട്ട്. ഉലുവാപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല. ഉലുവാപ്പൊടി സാധാരണ എല്ലാവരും ഒന്നും ഇടാറില്ല. ഒരു പിഞ്ച് കൈയും കൊണ്ടെടുത്തിട്ട് ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും ഒരു പിഞ്ച് ഉലുവാപ്പൊടി. അത് നമുക്ക് ഇത് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ഇടാം. ഓക്കെ, അപ്പോൾ മുളകിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ കശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്. അപ്പം വലിയ എരിവൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് സ്പൈസ് കഴിക്കത്തില്ല, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തോളൂ. അപ്പോൾ എരിവ് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിന് കറിക്ക് ഇടാനായിട്ട് വേണ്ടത് ഒരു 2-3 പച്ചമുളക്, പിന്നെ ഒരല്പം ഫ്രഷ് കറിവേപ്പില, നമ്മളുടെ പറമ്പത്തെ തന്നെ കറിവേപ്പിലയാണ്. ഈ തീയലിന് ഇടാനായിട്ട് ഒരല്പം തേങ്ങാക്കൊത്ത് ഇടുന്നത് ഓപ്ഷണലാണ്. പക്ഷേ ഞാൻ എപ്പോൾ ചെമ്മീൻ തീയൽ ഉണ്ടാക്കിയാലും കൊഞ്ച് തീയൽ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങാക്കൊത്തിടും. ഭയങ്കര ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ഇടാറില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഫ്രണ്ട്സ്, ഒരു കാര്യമുണ്ട്, പലരും ഇതിൽ മുരിങ്ങയ്ക്ക ഇടാറുണ്ട്. പല സ്റ്റേറ്റ്സിലോട്ടും കൊഞ്ച് തീയൽ ഉണ്ടാക്കുമ്പോൾ മാക്സിമം എല്ലാവരും മുരിങ്ങയ്ക്ക ഇടുന്ന കാണാറുണ്ട്. അപ്പം ഞാൻ എപ്പോൾ കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലും എനിക്ക് മുരിങ്ങയ്ക്ക ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ മുരിങ്ങയ്ക്ക ഇടാറില്ല. കാരണം മുരിങ്ങയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് വേറെയാണ്. മുരിങ്ങയ്ക്ക വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന തീയല അല്ലെ കറികളുടെ ടേസ്റ്റ്, ആ മുരിങ്ങയ്ക്കയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആവും. അതേസമയം മുരിങ്ങയ്ക്ക ഇടാതെ ഈ കൊഞ്ച് തീയൽ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ അടിപൊളിയാണ്. അത് കൊള്ളില്ല എന്നല്ല, അതിനും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ചിലർക്കൊക്കെ അതാണ് ഇഷ്ടം. മാക്സിമം ആൾക്കാർ ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുരിങ്ങയ്ക്ക ആഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്, നിങ്ങളുടെ സ്റ്റേറ്റ്സിൽ ആഡ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു 1-2 മുരിങ്ങയ്ക്ക വൃത്തിയാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്തോളൂ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറക്കാനായിട്ട് ഒരു തണ്ട് കറിവേപ്പില, ഒരു 1-2 വറ്റൽമുളക്, കടുക് വറക്കാനായിട്ട് കടുക്, 1-2 ചെറിയ ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇതിന് ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് പുളി, പിഴുപുളിയാണ് വേണ്ടത്. കുടംപുളി അല്ല വേണ്ടത്, വളംപുളിയാണ് കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചാറ് മാത്രം മതി. അത് നമുക്കൊന്ന് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, കുറച്ച് മുന്നേ ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കാനായിട്ട്. ചീനിച്ചട്ടി നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. പാന് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കാര്യം നമ്മൾ തേങ്ങ ഇടുമ്പം ആ തേങ്ങ അതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പാത്രത്തേൽ ചീനിച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു നുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തേരെ. ഇത് നമുക്ക് തീയലിൻ്റെ പരുവത്തിൽ ഒരു നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. മറക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറക്കാൻ. തേങ്ങ ഇവിടെ ഒരു 7-8 മിനിറ്റ് എടുത്തു ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്നുകിൽ ലോ ആക്കുക. പാൻ ഒരുപാട് കട്ടിയുള്ള ചൂടുള്ള പാൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. അതിൻ്റെ കാര്യം പൊടി ഇനി കരിഞ്ഞു പോകരുത്. ഓക്കെ, നുള്ള് കുരുമുളക്, ഒരു നുള്ള് ഉലുവ, 1/4 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെയും പകുതി, ഒരു പിഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യുക. അപ്പം പാൻ നല്ലതുപോലെ ചൂടാണ്.
ഇതാ പാനിൻ്റെ ചൂടിൽ നല്ല തണ്ടിപ്പോഴും പുക വരുന്നുണ്ട്, അത്ര ചൂടാണ് പാന്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. മറക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാലകൾ ആഡ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മസാല ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, കരിഞ്ഞു പോകുന്നതെന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പാൻ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. അതുപോലെ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ വിട്ടു. നമ്മൾ ഈ തേങ്ങ വറക്കുമ്പോൾ അതിൽ 1-2 ചുമന്നുള്ളി കൂടി ആഡ് ചെയ്യണം തേങ്ങ വറക്കുമ്പോൾ കേട്ടോ. തീയലിന് സാധാരണ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, ഞാനത് കാണിക്കാൻ വിട്ടു. ഞാൻ ഓൾറെഡി ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സ്പൈസി കറികളൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ചേർത്ത മുളക് പൊടിയുടെ കൂടെ ഒരു 1-1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും ചൂടായി. ചുമന്നുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചുമന്നുള്ളിയോ നിങ്ങളുടെ അടുത്ത് ഇപ്പം സവാളയാണെന്നുണ്ടെങ്കിൽ സവാള യൂസ് ചെയ്തുള്ളൂ കേട്ടോ. ഇതിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഈ കരിവേപ്പിലയും ഗ്രീൻ ചില്ലിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. 3 to 4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. നമുക്കിതിന് കടുവറക്കണം, പക്ഷെ അത് നമ്മൾ ലാസ്റ്റിലാണ് താളിക്കുന്നത്. ചില സ്ഥലത്ത് താളിക്കാറില്ല, ചില സ്ഥലത്തോട്ടൊക്കെ താളിക്കാറില്ല. ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ തെക്കോട്ടൊക്കെ താളിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഉള്ളിക്കും കൊഞ്ചിനും ഒരുപാട് വേവില്ല. അപ്പം നമുക്ക് ഇത് ഒരുപാട് നേരം അങ്ങ് വഴക്കേണ്ട കാര്യമില്ല. ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന്, ഒരു 2 to 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഈ തേങ്ങാക്കൊത്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഉള്ളിയുടെ കൂടെ വഴറ്റിയെടുക്കുക. കൊഞ്ചിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. കൊഞ്ചിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്, അതിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം, ഒന്ന് വേകാൻ വേണ്ടി. ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് വേകട്ടെ. അല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്തിട്ട് വെക്കാം, അല്ലെങ്കിൽ കൊഞ്ചിനകത്ത് ഉപ്പ് പിടിക്കില്ല. പിന്നീട് ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു നുള്ളും അടച്ചു വെച്ച് നമുക്ക് ഒരു 7 to 8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. കൊഞ്ചിന് ഒരുപാട് വേവില്ലല്ലോ, ഒരു 7 to 8 മിനിറ്റ്. ആ നേരം കൊണ്ട് നമ്മൾ ഇത് നമ്മളുടെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ലതുപോലെ നമുക്ക് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരല്പം കൂടെ വെള്ളം ഇതിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ആക്കി വെച്ചോളൂ. ഒന്ന് തിളയ്ക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ഒരല്പം പുളി നമ്മൾ പിഴിഞ്ഞതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരല്പം പുളി മുന്നിട്ട് നിന്നോട്ട്, കാരണം നമ്മളിത് തിളച്ചൊക്കെ ഒന്ന് വരുമ്പോൾ തീയലിനകത്തോട്ട് ഉപ്പ് ചിലപ്പം പിടിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ പുളി പിടിച്ചു വരുമ്പോഴൊക്കെ കുറച്ച് സമയം എടുക്കും. ആ നമ്മളുടെ പ്രോൺസിനകത്തോട്ടൊക്കെ ഒന്ന് പുളി പിടിച്ചു വരുമ്പോൾ ഒരല്പം സമയം എടുത്തേക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പുളിയൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. നമുക്കെന്നിട്ട് കടുക് വറുത്ത് ഇതിലോട്ട് ഇപ്പം ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ തീയലിവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് കടുക് വറുത്ത് താളിക്കാം. പാൻ നല്ലതുപോലെ ചൂടായി. അതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് കടുക് വറക്കാനായിട്ട് ഒരു 1 ടേബിൾ സ്പൂണും ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുമന്നുള്ളി പെട്ടെന്ന് ഫ്രൈ ആവത്തില്ല, കരിഞ്ഞു പോകത്തില്ല. അതേസമയം വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വറ്റൽമുളക് ഞാൻ പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. എല്ലാവരും നേരെ തിരിച്ചാണ് ചെയ്യുക. അപ്പോൾ വറ്റൽമുളകൊന്ന് ഇതാണ്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം, ഫ്രഷ് കരിവേപ്പില. നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുക്കാം. ആയിട്ടുണ്ട്. നമ്മൾ കടുക് വറുത്തത് ഇതിലോട്ടങ്ങ് നമുക്ക്
ഒരല്പം കറി എടുത്തിതിലോട്ടൊന്ന് സൂപ്പർ ഡിലീഷ്യസ് ടേസ്റ്റി ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി അല്ലേ. നല്ല അടിപൊളി തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റാണെന്നറിയാം, തീയൽ ഏത് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. ചെമ്മീൻ തീയലാണെങ്കിൽ പിന്നെ പറയണ്ട അല്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. നിങ്ങളുടെ ലൈക്സ്, വ്യൂസ്, കമൻസ് ആണ് ആവശ്യം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി.